പെട്ടെന്ന് നമ്മുടെ കിച്ചണിലൊക്കെ നല്ലൊരു മണം കിട്ടണമെങ്കിൽ ഞാനൊരു പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു സൊല്യൂഷനാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ ബാത്റൂം ക്ലീനറൊക്കെ ഉണ്ടല്ലോ, അതിന് നല്ലൊരു മണമാണ്. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഈ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമ്മുടെ കിച്ചൺ ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് സ്റ്റോപ്പിലും അതേപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ ജനലിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പാറ്റ, അതേപോലെ തന്നെ ഈച്ചകൾ, ഇതൊന്നും ആ ഒരു മണം അടിച്ചിട്ട് വരത്തില്ല. അതാണ് പ്രത്യേകിച്ച് ഞാൻ വിനാഗിരിയും കൂടെ ചേർത്തത്. അപ്പം ഇതേപോലെ നമുക്ക് പുറത്തൊക്കെ ഒഴിച്ചിട്ടൊന്ന് തുടച്ച് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ ടയലിനകത്തും ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പല്ലി, പാറ്റ ഇങ്ങനെയൊക്കെയുള്ള ശല്യം ഒഴിവാക്കി കിട്ടും. നല്ലൊരു മണവും ആയിരിക്കും. അപ്പോൾ അറിയാലോ, ബാത്റൂം ക്ലീനറും അതേപോലെ തന്നെ നമ്മുടെ വിനാഗിരിയും കൂടെ ചേരുമ്പം ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇത് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് നമ്മുടെ കിച്ചണിലൊക്കെ നല്ലൊരു മണം കിട്ടണമെങ്കിൽ ഞാനൊരു പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു സൊല്യൂഷനാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ ബാത്റൂം ക്ലീനറൊക്കെ ഉണ്ടല്ലോ, അതിന് നല്ലൊരു മണമാണ്. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഈ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമ്മുടെ കിച്ചൺ ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് സ്റ്റോപ്പിലും അതേപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ ജനലിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പാറ്റ, അതേപോലെ തന്നെ ഈച്ചകൾ, ഇതൊന്നും ആ ഒരു മണം അടിച്ചിട്ട് വരത്തില്ല. അതാണ് പ്രത്യേകിച്ച് ഞാൻ വിനാഗിരിയും കൂടെ ചേർത്തത്. അപ്പം ഇതേപോലെ നമുക്ക് പുറത്തൊക്കെ ഒഴിച്ചിട്ടൊന്ന് തുടച്ച് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ ടയലിനകത്തും ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പല്ലി, പാറ്റ ഇങ്ങനെയൊക്കെയുള്ള ശല്യം ഒഴിവാക്കി കിട്ടും. നല്ലൊരു മണവും ആയിരിക്കും. അപ്പോൾ അറിയാലോ, ബാത്റൂം ക്ലീനറും അതേപോലെ തന്നെ നമ്മുടെ വിനാഗിരിയും കൂടെ ചേരുമ്പം ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇത് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക.